ആ രാത്രി അവന് ഉറങ്ങാനായില്ല. ഉദയത്തിന് വളരെ മുമ്പ് തന്നെ അവൻ എഴുന്നേറ്റു. തൊട്ടടുത്തു കിടന്നിരുന്ന യുവാവിനെ വിളിച്ചുണർത്തി. അയാളുടെ സഹായത്തോടെ ഫാത്തിമയുടെ വീട് കണ്ടുപിടിച്ചു. പ്രതിഫലമായി ഒരാടിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടത്ര സ്വർണവും അവന് കൊടുത്തു. അവളുടെ കൂടാരത്തിനടുത്ത് എത്തിയപ്പോൾ അവൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടു. അകത്തു ചെന്ന് ഫാത്തിമയെ ഉണർത്തി വിവരം പറയണം, താൻ അവളെ കാണാൻ അവിടെ കാത്തു നിൽക്കുന്നുവെന്ന്. അറബി സുഹൃത്ത് അവൻ്റെ ആ ആവശ്യവും നിറവേറ്റിക്കൊടുത്തു. അതിനും അവന് പ്രതിഫലം കിട്ടി. ഒരാടിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടത്ര സ്വർണം. അവൻ നന്ദിയോടെ ചങ്ങാതിയെ യാത്രയാക്കി. അയാൾക്കും ബഹുസന്തോഷം. നാടുവാഴിയുടെ ഉപദേഷ്ടാവിനെയാണ് താൻ സഹായിച്ചിരിക്കുന്നത്. പ്രതിഫലമായി 2 ആടുകളെ സ്വന്തമാക്കാൻ വേണ്ടത്ര ധനവും കിട്ടിയിരിക്കുന്നു. ഫാത്തിമ കൂടാരത്തിന് പുറത്തേക്ക് വന്നു. 2 പേരും കൂടി ഈന്തൽ തോപ്പുകൾക്കിടയിലൂടെ നടന്നു. അങ്ങനെ ചെയ്യുന്നത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിയാമായിരുന്നു. എന്നിട്ടും അവന് ഒരു കൂസലും തോന്നിയില്ല. ഞാൻ നാളെ യാത്ര തിരിക്കുകയാണ്, അവൻ പറഞ്ഞു. പക്ഷേ തീർച്ചയായും ഞാൻ തിരിച്ചു വരും. നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന കാരണം. കൂടുതലൊന്നും പറയണമെന്നില്ല, അവൾ തടഞ്ഞു. സ്നേഹമെന്നാൽ സ്നേഹം എന്നു തന്നെ. അതിന് വേറെ കാര്യവും കാരണവും ഒന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ജ്ഞാനിയായൊരു രാജാവിനെ കണ്ടുമുട്ടി. സ്ഫടികപാത്രങ്ങൾ വിറ്റു. മരുഭൂമിയിലൂടെ ഒട്ടുദൂരം സഞ്ചരിച്ചു. ഇടയിൽ യുദ്ധം തുടങ്ങി. യാത്ര തുടരാനാകാതെ വന്നു. ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ച് ഈ കിണറ്റുകരയിൽ വന്നെത്തി. അങ്ങനെ നിന്നെ കാണാനിടയായി. ഒക്കെയും വിധിയൊരുക്കിയ സാഹചര്യങ്ങൾ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇത് മുമ്പേ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആദ്യത്തെ സ്പർശനം. തീർച്ച, ഞാൻ തിരിച്ചുവരും, അവൻ വീണ്ടും പറഞ്ഞു. ഇത്രനാളും ഞാൻ മരുഭൂമിയെ നോക്കിക്കൊണ്ടിരുന്നത് മോഹത്തോടു കൂടിയാണ്, അവൾ പറഞ്ഞു. ഇനി മുതൽ എൻ്റെ നോട്ടത്തിൽ കത്തി നിൽക്കുക പ്രതീക്ഷകളാണ്. ഒരു ദിവസം ഇതുപോലെ എൻ്റെ അച്ഛനും യാത്ര പറഞ്ഞ് പോകുകയുണ്ടായി. പക്ഷേ അമ്മയുടെ അരികിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെയും പലതവണ പോയി, മടങ്ങി വരികയും ചെയ്തു. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം കൂടി അവർ നടത്തം തുടർന്നു. പിന്നെ അവളെ അവളുടെ കൂടാരത്തിലെത്തിച്ച് അവൻ യാത്രയാക്കി. നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ അരികിലേക്ക് തിരിച്ചു വന്നതുപോലെ ഞാനും ഒരു ദിവസം നിന്റെ അടുത്ത് തിരിച്ചെത്തും, അവൻ വീണ്ടും അവൾക്ക് ഉറപ്പ് കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂകാൻ തുടങ്ങി. അല്ല, നീ കരയുകയാണോ? അവൻ്റെ സ്വരവും വിഷാദത്തിൻ്റെ നനവാർന്നു. ശരിയാണ്, ഞാൻ മരുഭൂമിയിലെ പെണ്ണു തന്നെ. അവൻ്റെ നേരെ നോക്കി അവൾ തേങ്ങി. ഇതിലൊന്നും പുതുമ തോന്നേണ്ട കാര്യവുമില്ല. എന്നാലും ഞാനും സ്ത്രീയല്ലേ. സ്വന്തം കൂടാരത്തിലേക്ക് അവൾ കയറിപ്പോയി. നേരം പുലർന്നു. പതിവ് പോലെ അവൾ വീട്ടുജോലികളിൽ മുഴുകി. പക്ഷേ അവളുടെ മനസ്സ് വിതുമ്പിക്കൊണ്ടിരുന്നു. എല്ലാം മാറിയിരിക്കുന്നു. ഒന്നും പഴയ പോലെയല്ല. അവനില്ലാത്ത മരുപ്പച്ച. ഇനി എന്നെങ്കിലും പഴയ പോലെയാകുമോ? ഇന്നലെയും ഇന്നും തമ്മിലുള്ള അന്തരം തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശൂന്യം. 50,000-ഓളം ഈന്തൽപ്പനകൾ, 300 കിണറുകൾ, യാത്രക്കാർ തണലും വെള്ളവും ആഹാരവും തേടിയെത്തുന്ന ഇടത്താവളങ്ങൾ, എല്ലാം ഒരേയൊരു ദിവസം കൊണ്ട് തനിക്ക് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. ഇനി മുതൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരുഭൂമിയായിരിക്കും. അവിടെ എവിടെയോ തൻ്റെ പ്രിയപ്പെട്ടവനുണ്ട്. ഏതു നക്ഷത്രത്തെയായിരിക്കും അവൻ പിന്തുടരുന്നത്? ആരും കാണാതെ അവൾ കാറ്റിന് ചുംബനങ്ങൾ നൽകി. എവിടെയോ കിടക്കുന്ന തൻ്റെ പ്രിയതമൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ഉമ്മകൾ കാറ്റ് പകർന്നു കൊടുക്കുമെന്ന് അവൾ ആശിച്ചു. കാറ്റേ, പോയി പറയൂ, അവനെ കാത്ത് ഞാൻ ജീവനോടെ നാളെണ്ണി കഴിയുന്നുവെന്ന്. ഇനി മുതൽ നിധി തേടിപ്പോയ പരാക്രമിയായ തൻ്റെ കാമുകൻ്റെ വരവും കാത്ത് നിമിഷങ്ങൾ തള്ളി നീക്കുന്ന യുവതിയാണ് താൻ. തൻ്റെ കണ്ണിൽ മരുഭൂമി ഇപ്പോൾ ഒരു പ്രതീകം മാത്രം. അവൻ തിരിച്ചുവരും എന്ന പ്രതീക്ഷയുടെ പ്രതീകം.